നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിലേവർക്കും സ്നേഹവന്ദനങ്ങൾ. പ്രിയരെ, ദുർഘടമായ ഈ അന്ത്യകാല സമയത്ത് യേശുക്രിസ്തുവിനായി വാഞ്ചിക്കുന്ന ഹൃദയമുള്ളവരുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും കർത്താവ് സംസാരിക്കും എന്നുള്ളതാണ് ഈ സന്ദേശങ്ങൾ ഓഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് ഞങ്ങളുടെ ആത്മഭാരം. ഈ സന്ദേശം ബ്രദർ ജോയ് തോമസ് എഴുതിയ ദി പ്രോഗ്രസീവ് സാൽവേഷൻ എന്ന പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് www.oilandwine.organization എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പ്രിയരെ, വളരെ ആത്മീയ അധപതനത്തിൻ്റെയും ആത്മീയ വ്യതിചലനത്തിൻ്റെയും ഒരു സമയത്താണ് നാം ആയിരിക്കുന്നത്. ദൈവജനം വളരെ ആശയക്കുഴപ്പത്തിലാണ്. ദൈവത്തിൻ്റെ നിത്യമായ ഉദ്ദേശത്തെ പല രീതിയിലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും സുവിശേഷത്തിൽ വെള്ളം ചേർത്ത് ആളുകൾ, പ്രാസംഗികർ തങ്ങളുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി മറിച്ചു കളയുന്ന ഒരു സമയത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന, തീർച്ചയായും അപ്രകാരമുള്ള ഒരു ജനം കർത്താവിന് ഈ ഭൂമിയിലുണ്ട്. അപ്രകാരമുള്ള സത്യവചനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനത്തിന് വേണ്ടിയിട്ട് ഈ സന്ദേശങ്ങൾ ഒരു അനുഗ്രഹമാകും എന്ന് കർത്താവിൽ ഞങ്ങൾ വിചാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തിൽ നിന്നും ജനിച്ച ഓരോ വ്യക്തിക്കും വേണ്ടിയുള്ള ദൈവിക വിളി എന്നുള്ളത് സർവശക്തന്റെ ആലയമാകുക എന്നതിൽ ഒട്ടും കുറവല്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പ്രഖ്യാപിച്ചതുപോലെ, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? 1 കൊരിന്ത്യർ 6:19. വീണ്ടും ജനിക്കുകയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഓരോ ദൈവപൈതലും ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ കേവലം ഒരു കൂടിവരവിനുള്ള സ്ഥലം മാത്രമല്ല, അത് അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശുദ്ധ ആലയമാകുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നവീകരണത്തിനും പൂർത്തീകരണത്തിനും വേണ്ടിയുള്ള ഒരു വിശുദ്ധ വാസസ്ഥലമായാണ് ദൈവം നമ്മെ വ്യക്തിപരമായും കൂട്ടായും വിളിക്കുന്നത്. ഈ ദൈവാലയം ക്രിസ്തു തന്നെ പ്രധാന മൂലക്കല്ലായിരിക്കുന്ന അചഞ്ചലമായ അടിത്തറയിൽ ഉറച്ചു നിൽക്കുന്നു. ഏതൊരു നിർമ്മിതിയുടെയും ഏറ്റവും നിർണായകമായ ഘടകമാണ് ശക്തമായ അടിത്തറ എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. വലിയ ഒരു കെട്ടിടത്തിൻ്റെ അളവ് കൂടുന്തോറും അടിസ്ഥാനം ആഴമേറിയതും അചഞ്ചലവുമായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഉറച്ചതും വഴങ്ങാത്തതുമായ അടിത്തറ ഇല്ലാതെ യാതൊരു കെട്ടിടത്തിനും സമയത്തിൻ്റെയും കാലാവസ്ഥയുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും നിരന്തരമായ പരീക്ഷണങ്ങൾ അതിജീവിക്കാനാകില്ല. ഒരു കെട്ടിടത്തിൻ്റെ ശക്തി അതിൻ്റെ അടിത്തറയുടെ ശക്തിക്ക് നേരിട്ട് ആനുപാതികമാണ്. അതുപോലെ ദൈവജനത്തിൻ്റെ ജീവിതം ആത്മീയ ശക്തിയിൽ വേരൂന്നിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയം ശക്തമായി നിലകൊള്ളുന്നു. ഉറപ്പും ബലവുമുള്ള അടിത്തറയിൽ അധിഷ്ഠിതമായ ജീവിതം വിശ്വാസത്തിൻ്റെ ശക്തമായ സംഘടിതമായ ഒരു പ്രകടനമായി മാറ്റപ്പെടുന്നു. സഭയിൽ ഇന്ന് കാണപ്പെടുന്ന വ്യാപകമായ ബലഹീനതയും പരാജയവും പലപ്പോഴും സഭാംഗങ്ങളുടെ ആഴം കുറഞ്ഞതും ദുർബലവുമായ അടിത്തറയിൽ കണ്ടെത്താനാണ്. നിങ്ങളുടെ ആത്മീയ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ആഴമേറിയതും ഉറച്ചതുമായ ഒരു അടിത്തറയിടേണ്ടത് അനിവാര്യമാണ്. സമയത്തിൻ്റെ പരീക്ഷണത്തെ ചെറുക്കാൻ കഴിയുന്ന അടിത്തറയിലാണ് ദൈവത്തിൻ്റെ ഭവനം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നാം നടത്തണം. കെട്ടിടത്തിൻ്റെ ഉയരം കൂടുന്തോറും അതിൻ്റെ അടിത്തറ കൂടുതൽ ആഴത്തിൽ പോകേണ്ടതുണ്ട്. അതുപോലെ ദൈവിക ഘടനയുടെയും ദൈവത്തിൻ്റെ ആത്യന്തിക ഉദ്ദേശത്തിൻ്റെയും പൂർണ്ണതയിലെത്താൻ
വ്യക്തിപരമായും സംഘടിതമായും ശക്തമായതും നിലനിൽക്കുന്നതുമായ അടിത്തറകൾ സ്ഥാപിക്കാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കാത്തവനൊക്കെയും മണലിന്മേൽ വീടുപണിത വിവേകശൂന്യയായ ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് തുല്യനാകുന്നു. മഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 2 വീടുപണിക്കാരെ കുറിച്ചുള്ള തൻ്റെ ഉപമയിൽ കർത്താവായ യേശുക്രിസ്തു ഒരു യഥാർത്ഥ അടിത്തറയുടെ സമ്പൂർണ്ണ ആവശ്യകതയെ അടിവരയിട്ട് പറയുന്നു. 2 പേർ വീട് പണിയാൻ പുറപ്പെട്ടു. ഒന്ന് ആഴത്തിൽ കുഴിച്ച് ഒരു പാറയിൽ അടിത്തറയിട്ടു. ലൂക്കോസ് 6-ാം അധ്യായം 48 വാക്യം. കർത്താവ് ഒരുവനെ ബുദ്ധിയുള്ള പണിക്കാരനെന്നും അല്ലെങ്കിൽ നിർമ്മാതാവെന്നും മറ്റേയാളെ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ഭോഷനായ നിർമ്മാതാവെന്നും വിളിക്കുന്നു. ഈ മനുഷ്യർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ദൈവവചനത്തോടുള്ള അവരുടെ പ്രതികരണത്തിലാണുള്ളത്. ബുദ്ധിയുള്ള മനുഷ്യൻ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോൾ, ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ഭോഷനായ മനുഷ്യൻ കേട്ടു എന്നാൽ അനുസരണക്കേട് തിരഞ്ഞെടുത്തു. ഒരു വിശ്വാസിയുടെ ആത്മീയ ചൈതന്യം പ്രധാനമായും ദൈവത്തിൻ്റെ ശബ്ദത്തോടുള്ള അവരുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ബുദ്ധിയുപദേശം അനുസരിക്കുന്നതിനുള്ള സന്നദ്ധത എത്രയധികം ശക്തമാണോ അത്രയധികം ശക്തമായിരിക്കും അടിസ്ഥാനം. ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഘടനയുടെയോ ഭൂമിയുടെ അന്തർഭാഗത്താണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ ആഴത്തിൽ മറിഞ്ഞിരിക്കുന്നത്. അപൂർവമായി മാത്രമേ നാം അടിസ്ഥാനം കാണാറുള്ളൂ. നമ്മൾ പലപ്പോഴും അഭിനന്ദിക്കുന്നത് കെട്ടിടത്തിൻ്റെ ബാഹ്യമായ ആ ഭംഗിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മനോഹാരിതയാണ്. സമാനമായി പറഞ്ഞാൽ ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ ബാഹ്യമായി ആകർഷകവും വളരെ ഗംഭീരവുമായി കാണപ്പെടുന്നു. വലിയ ആൾബലമുള്ള സഭകൾ, വിപുലമായ പ്രവർത്തനങ്ങൾ, മഹത്തായ പദ്ധതികൾ എന്നിങ്ങനെ സഭയിൽ വലിയതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. തങ്ങൾ ശക്തനായ ഒരു ദൈവത്തെ സേവിക്കുന്നതിനാൽ തങ്ങളുടെ സഭകളും ശുശ്രൂഷകളും വലിയ മഹത്വം പ്രതിഫലിപ്പിക്കണമെന്ന് അവർ ന്യായവാദം ചെയ്യുന്നു. വീണ്ടും ജനനം, സ്നാനങ്ങൾ, രോഗശാന്തികൾ, വളർച്ച എന്നിവയെക്കുറിച്ച് അവർ വീമ്പിളക്കുന്നു. എങ്കിലും ആത്മീയ യാഥാർത്ഥ്യം പലപ്പോഴും കണ്ണിൽ കണ്ടതിൽ നിന്നും വളരെ അകലെയാണ്. ഭൗമികവും ഉപരിപ്ലവമായ മഹത്വത്താൽ മുഖം മൂടിയണിഞ്ഞ ഈ ആഴം കുറഞ്ഞ ക്രിസ്തീയതയെ കാഴ്ചയിൽ മാത്രം വിലയിരുത്താൻ കഴിയുകയില്ല. അടിസ്ഥാനത്തിന്റെ ശക്തിയാണ് യഥാർത്ഥത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത്. കെട്ടിടത്തിന് അല്ലെങ്കിൽ ആത്മീയ ഗ്രഹത്തിന് കൊടുങ്കാറ്റുകളും ഭൂകമ്പങ്ങളും ജീവിതത്തിലെ പരീക്ഷകളും സഹിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വീട് പണിയുന്ന വ്യക്തി അല്ലെങ്കിൽ നിർമ്മാതാവ് എന്ന നിലയിൽ ആഴത്തിലുള്ളതും ഉറച്ചതുമായ അടിത്തറയിടുന്ന കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുമോ? അതോ ബാഹ്യവും ആകർഷകവുമായ ഒരു ഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ? ഇന്നത്തെ സഭകൾ ജ്ഞാനികളും മൂഢന്മാരുമായ വീടുപണിക്കാരാൽ നിറഞ്ഞിരിക്കുന്നു. ഒരിടത്തു തന്നെ ഈ 2 വിധത്തിലുള്ള ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. ഇവർ പലപ്പോഴും അടുത്തിരുന്ന് ഒരേ പാട്ടുകൾ പാടുന്നു, ഒരേ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ബാഹ്യമായി അവരുടെ വീടുകൾ ഒരേപോലെ കാണപ്പെടുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രശംസയും അംഗീകാരവും നേടുന്നത് ബുദ്ധിയില്ലാത്ത ഈ മൂഢനായ മനുഷ്യന്റെ വീടാണ്. ബാഹ്യവും താൽക്കാലികവുമായ കാര്യങ്ങളാൽ ആളുകൾ എളുപ്പത്തിൽ
മഴ പെയ്തു, കാറ്റ് വീശി, നദികൾ പൊങ്ങി. മഴ പെയ്താൽ എന്നല്ല, മഴ പെയ്തു എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കൊടുങ്കാറ്റ് വരുമോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. അവ തീർച്ചയായും വരും. അവ നിങ്ങളുടെ അടിത്തറയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും. ശക്തമായ അടിത്തറയിടുന്ന കാര്യം പലരും അവഗണിക്കുന്നു. പരീക്ഷണങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ അടിത്തറയുടെ അവസ്ഥ തുറന്നു കാട്ടപ്പെടുന്നു. ഇത് വളരെ നിരാശയിലേക്ക് അവരെ നയിക്കുന്നു. മാത്രമല്ല, ദൈവത്തോട് കയ്പും വിരോധവും ഉണ്ടാകുന്നു. വിവേകശൂന്യരായ വീടുപണിക്കാർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ആരംഭത്തിൽ വളരെ തിടുക്കത്തോടെ ആഴമേറിയതും യഥാർത്ഥവുമായ അടിത്തറ ഇടേണ്ടതിൽ അതിൻ്റെ ആവശ്യകതയെ അവർ അവഗണിക്കുന്നു. മറ്റുള്ളവർക്ക് മനോഹരമായി തോന്നുന്ന ഒരു മാതൃക സ്ഥാപിക്കാനുള്ള അടിയന്തര ആവശ്യത്തിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. പക്ഷേ പ്രിയപ്പെട്ടവരെ, കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ അടിത്തറയുടെ ഗുണനിലവാരം തീർച്ചയായും വെളിപ്പെടുത്തും. ഏത് വിധത്തിലുള്ള അടിത്തറയാണ് നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ട സമയമാണിത്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അത് തകരുന്നത് കാണാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ജീവിതം ഏതെങ്കിലും ഒരു മാതൃകയിൽ കെട്ടിപ്പടുക്കരുത്. പലരും ഉയർന്ന ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്നു. എന്നാൽ അത് നിലനിർത്താൻ ആവശ്യമായ ആഴമേറിയതും ശക്തവുമായ ആത്മീക അടിത്തറ ഇല്ല. ആത്മീയ വളർച്ചയ്ക്ക് സുസ്ഥിരവും സുരക്ഷിതവുമായ ഒരു അടിത്തറ ആവശ്യമാണ്. അത്തരമൊരു അടിത്തറ ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ പരിശ്രമം വ്യർത്ഥമായിരിക്കും. മാനസാന്തരം, സ്നാനം തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന എബ്രായ എഴുത്തുകാരൻ പറയുന്നു, അതിനാൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉപേക്ഷിച്ച് നമുക്ക് പൂർണ്ണതയിലേക്ക് പോകാം. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. അടിസ്ഥാനം വീണ്ടും വീണ്ടും ഇടേണ്ടതില്ല എന്ന് താനിവിടെ ഓർമ്മിപ്പിക്കുന്നു. എബ്രായർ 6:1-2-3 വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നു. അടിസ്ഥാനങ്ങൾക്കപ്പുറത്തേക്കും ആത്മീയ പക്വതയുടെ ഉപരിഘടനയിലേക്കും നീങ്ങാൻ ദൈവത്തിൻ്റെ അനുവാദം ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വളർച്ചയ്ക്കും അധികാരം നൽകുന്നത് ദൈവമാണ്. ആഴവും ശക്തവുമായ ഒരു ആത്മീയ അടിത്തറ നിങ്ങൾക്കില്ലെങ്കിൽ ആത്മീയ പുരോഗതി ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അജ്ഞതയെ ദൈവം അവഗണിക്കുകയും തൻ്റെ ഉദ്ദേശങ്ങളുടെയും പദ്ധതികളുടെയും ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ദൈവം തൻ്റെ പൂർണ്ണമായ മുഴുവനായ നിലവാരത്തിൽ നിന്ന് അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യുക ഇല്ല. കർത്താവിൻ്റെ ശാശ്വത സത്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുന്നതിനായി താൻ ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിലും ശക്തമായ ഒരു അടിത്തറയുടെ ആവശ്യകതയെ അവിടുന്ന് ഒരിക്കലും മറികടന്നു പോവുകയില്ല. വിശുദ്ധരെ, പൂർണ്ണതയിലേക്കോ പൂർത്തീകരണത്തിലേക്കോ പുരോഗമിക്കുന്നത് ഇച്ഛാശക്തി കൊണ്ട് മാത്രം നേടാവുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കുക. ശരിയായ അടിത്തറയുള്ളവർക്ക് അനുവാദം നൽകുന്നത് കർത്താവാണ്. ചില വിശ്വാസികൾക്ക് കർത്താവിൽ വളരുവാൻ ആഗ്രഹം തോന്നിയേക്കാം. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ആ ആഗ്രഹം മങ്ങിപ്പോകുന്നു. ഉറച്ച അടിത്തറയുടെ അഭാവം വെളിപ്പെടുത്തുന്നു. ദൈവം അനുവദിച്ചാൽ നാം അത് ചെയ്യും. പരിജ്ഞാന പൂർത്തിയിലേക്ക് നാം വളരും എന്നത് ഉത്തേജിപ്പിക്കുന്ന ഒരു ചിന്തയാണ്. ദൈവജനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആത്മീയ വളർച്ചയിൽ കാര്യമായ പുരോഗതി പ്രാപിച്ചിട്ടുള്ളൂ എന്നതിൽ അതിശയിക്കാനില്ല. ക്രിസ്തുവിൽ നാം എവിടെയാണെന്നും എവിടെ ആയിരിക്കണം എന്നുള്ളതും നാം തമ്മിലുള്ള വിടവ് വളരെ വലുതാണ്. ദൈവജനത്തിൻ്റെ ഭൂരിഭാഗവും ആത്മീയമായി ദുർബലരും ദൗർബല്യമുള്ളവരുമായി തുടരുന്നു. പ്രാഥമികമായി അവർ തങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശക്തമായ അടിത്തറകളോടെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കാത്തതിനാലും ക്രിസ്തു മതത്തിൻ്റെ
അടിസ്ഥാന തത്വങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങാൻ ദൈവകൃപ തേടാത്തതിനാലും ആണത്. അടിസ്ഥാനങ്ങൾ നശിച്ചു പോകുമ്പോൾ നീതിമാന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? സങ്കീർത്തനം 11:3, സദൃശവാക്യം 22:28. ആദ്യകാല അപ്പസ്തോലന്മാർ സ്ഥാപിച്ച യഥാർത്ഥ അടിത്തറയിൽ നിന്ന് വ്യതിചരിക്കാനാവില്ലെന്ന് ഈ വാക്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അടിത്തറയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയോ കുറുക്കുവഴികളോ ഉണ്ടാകില്ല. ദൈവം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കെട്ടിടത്തെ തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ആളുകൾ പെട്ടെന്നുള്ള ഫലങ്ങൾ തേടുന്ന തിടുക്കത്തിൻ്റെയും അക്ഷമയുടെയും സമയത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ആത്മീയ അടിത്തറ കെട്ടിപ്പടുക്കുക എന്നത് ഒരു ഓപ്ഷൻ അല്ല. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നതുപോലെയല്ല. അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആവശ്യമാണ്. അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. അതവിടുത്തെ കൽപ്പനയാണ്. അടിസ്ഥാനം ഒരു തുടക്കം മാത്രമാണ്. ആ അടിത്തറയ്ക്ക് യോഗ്യമായ ഒരു മാതൃക ഉയർത്തുന്നതിലേക്ക് നാം എല്ലാവരും മുന്നേറണം. കാരണം രക്ഷ എന്നത് പുരോഗമനപരമാണ്. പ്രിയരെ, ഈ സന്ദേശം അടുത്ത പോഡ്കാസ്റ്റിൽ തുടരുന്നതായിരിക്കും. അതുവരെയും ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.